സുന്നികളെ മുശ്രിക്കാക്കി കാഫിറാക്കി എന്നാണ്. കൂട്ടരെ ഒരാളെ മുശ്രിക്കാക്കാണ് എന്താ വേണ്ട? മുജാഹിദ് പള്ളിയിലൊക്കെ ദർഗ ഉണ്ടാക്കിയിട്ട് ശിർക്ക് ചെയ്തോളി എന്ന് പറഞ്ഞ് വിളിക്കല്ലേ വേണ്ട? ഞങ്ങൾ നിങ്ങളെ മക്കയിലെ മുശ്രിക്കാക്കല്ല ചെയ്തത്, മക്കയിലെ മുസ്ലിങ്ങളാക്കാൻ ശ്രമിക്കുക ചെയ്തത്. മുശ്രിക്കാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്ക് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക വേണ്ടത്, ശിർക്ക് പഠിപ്പിക്കുക വേണ്ടത്. കാഫിറാക്കാന്ന് പറഞ്ഞാൽ കാഫിറാക്കുക വേണ്ടത്, കുഫ്ർ പഠിപ്പിക്കുക വേണ്ടത്. ഞങ്ങൾ ചെയ്യണത് ഇന്നത് കുഫ്റാണ്. പല ആളുകളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എടോ കാഫിറെന്ന് വിളിക്കണ്ട, എടോ മുശ്രിക്കെന്ന് വിളിക്കണ്ട. ഏതുപോലെ കയ്യില്ലാത്തൊരുത്തം വികലാംഗൻ തന്നെയാ, ഓൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എടാ വികലാംഗാന്ന് വിളിക്കണ്ട. പക്ഷെ വികലാംഗനാണ് എന്ന വസ്തുത ഓൻ അംഗീകരിച്ചാൽ എന്തുകൊണ്ടാവും വികലാംഗനായത്? ക്യാൻസർ രോഗി, എയ്ഡ്സ് രോഗി, എടാ എയ്ഡ്സ് രോഗി എന്ന് ആരെങ്കിലും വിളിക്കുവോ? സംസ്കാരമുള്ള ആരെങ്കിലും വിളിക്കുവോ? ആരും വിളിക്കൂല. പക്ഷെ അയാൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്, ഞാൻ എയ്ഡ്സ് രോഗിയാണ്, അതുകൊണ്ട് ഞാൻ എന്നെന്ന മരുന്ന് കഴിക്കണം. ഞാൻ ക്യാൻസർ രോഗിയാണ്, ഞാൻ എന്നെന്ന മരുന്ന് കഴിക്കണം. നമ്മൾ പറയണത് ഇന്നെന്ന ലക്ഷണങ്ങളൊക്കെ ഇന്നെന്ന രോഗത്തിന്റെ അടയാളാണ്. അത് ടെസ്റ്റ് ചെയ്ത് തീരുമാനിച്ച് ഉറപ്പിക്കും ആ രോഗമാണ്. മുശ്രിക്കിന്റെ രോഗങ്ങൾ ഇന്നെന്നൊക്കെയാണ്. മുശ്രിക്കാകണ എന്നെന്ന രോഗങ്ങളൊക്കെ ഉണ്ടാവണോ? അതുള്ള ആളുകളൊക്കെ ആരാണ്? മുശ്രിക്കാണ്, ശിർക്കാണ്. ആ ശിർക്ക് വന്നല്ല മക്കയിലെ ആളുകളുടെ ശിർക്കുന്നതൊക്കെയായിരുന്നു. ആഹാ, ഇത് നമ്മളുള്ളടുത്തുണ്ടല്ലോ. അപ്പൊ അവര് മുശ്രിക്കായത് ഇതുകൊണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് വരിക വളരെ എളുപ്പമാണ്. ഇത് കഴിഞ്ഞ മുശ്രിക്കുകളായ ആളുകളെ എന്തൊക്കെ ശിർക്കാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചോ അതൊക്കെ ഒഴിവാക്കുക. ഏതുപോലെ ആനനെ പാറപ്പുറത്ത് ആന ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ആനയല്ലാത്ത ഭാഗമൊക്കെ വെട്ടി ഒഴിവാക്കടാന്ന് പറഞ്ഞു. ആനയല്ലാത്ത ഭാഗമൊക്കെ ഒഴിവാക്കിയ ആനനെ കിട്ടു. അതുപോലെ ശിർക്ക എന്തൊക്കെ കാര്യമാണോ മക്കയിലെ മുശ്രിക്കൊക്കെ ഉണ്ടായിരുന്നത്, ആ വിശ്വാസങ്ങളൊക്കെ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കോ, എന്നാ തൗഹീദിലേക്ക് വരും. തൗഹീദ് എന്താണെന്ന് മനസ്സിലായാലേ ശിർക്ക് എന്താ മനസ്സിലാവുള്ളൂ. ശിർക്ക് എന്താണെന്ന് മനസ്സിലായെങ്കിലേ തൗഹീദ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അമ്പിയാ മുർസലീങ്ങളൊക്കെയും ഈ യാഥാർത്ഥ്യമാണ് പഠിപ്പിച്ചത്. എല്ലാ ആളുകളും ഇതാണ് പഠിപ്പിച്ചത്.